ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്, 2 ഓഫ് സോഡ്സ്, 2 ഓഫ് വാൺസ്, 4 ഓഫ് സോഡ്സ്, ദ ചാരിയറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ. കിങ് ഓഫ് കപ്പ് പറയുന്നു, അവൻ ഇമോഷണലി മെച്യൂറായിരിക്കുന്നു. ഫീലിങ്സ് ഉണ്ട്, ബട്ട് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ലവ് ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ അവൻ കംഫർട്ടബിൾ അല്ല. ഇമോഷണൽ ഡെപ്ത് ഉണ്ടെന്നാണ് ഈ കിങ് ഓഫ് കപ്സ് പറയുന്നത്. ഫീലിങ്സ് ഒക്കെ ഉണ്ട് നിങ്ങളോട്, പക്ഷെ ലവ് ഉണ്ട്. പക്ഷെ എന്നാലും അവനതൊരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യുന്നൊരു പ്രകൃതമായിട്ടാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ 2 ഓഫ് സോഡ്സ് ആണ് പറയുന്നത്. അത് കൺഫ്യൂഷൻ, ഡിസിഷൻ ബ്ലോക്ക്, ഒരു തീരുമാനം എടുക്കാൻ അവോയ്ഡ് ചെയ്യുന്നു. റിയാലിറ്റി ഫേസ് ചെയ്യാൻ ഭയം ഉണ്ടാകുന്നുവെന്നാണ് ഈ 2 ഓഫ് സോഡ്സ് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ 2 ഓഫ് കപ്സ് ആണ് പറയുന്നത്. 2 ഓഫ് വാൺസ്, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. കണ്ടോ, പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. നിങ്ങളും അവൻ്റെ ഫ്യൂച്ചറിലുണ്ടോ എന്ന് ചിന്തിക്കുന്നു. ലോങ് ടേം ഡിസിഷൻ കൺസിഡർ ചെയ്യുന്നു. അതായത് നിങ്ങൾ ആളുടെ മൈൻഡിൽ ഒരു ഫ്യൂച്ചറിൽ ആളാണോ എന്നും ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കൂടെ കൂട്ടണോ എന്നൊക്കെ പുള്ളി ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് 4 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കറൻ്റ്ലി റെസ്റ്റ് മൂഡാണ്, അതായത് ഒന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്നൊരു മൂഡാണ് ഇതിനെ കാണിക്കുന്നത്. കണ്ടോ, ചുമ്മാ കിടക്കുവാണ്. മൈൻഡ് ഓവർലോഡ് ആയിരിക്കുന്നു, അതായത് ഒരുപാട് സ്ട്രെസ്സും ചിന്തകളും കൊണ്ട് ഓവർലോഡ് ആയിരിക്കുന്നു. ഇപ്പോൾ സൈലൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുത്ത് തിങ്ക് ചെയ്യാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനൊക്കെ കുറവായിരിക്കും ചിലപ്പോൾ. എന്നിട്ട് ആഴത്തിലൊന്ന് ചിന്തിച്ചൊന്ന് റെസ്റ്റ് എടുത്ത്, അതായത് റെസ്റ്റ് മൂഡ്, ഒരു കൂടുതൽ ലവ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഒന്ന് ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് 4 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ചാരിയറ്റാണ്. മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കൺട്രോൾ തിരിച്ചു പിടിക്കാനും സിറ്റുവേഷൻ പ്രോഗ്രസ് ചെയ്യാനും വേണ്ടിയും സ്ട്രോങ് വിൽ വരുമെന്നാണ് ഈ ചാരിയറ്റ് പറയുന്നത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു രഥത്തിൽ 2 ജീവികളിൽ നിന്ന് വലിക്കുന്ന ഒരു പിക്കാണ്. അതായത് പെട്ടെന്നൊരു ഡിസിഷൻ വരും, അത് സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുമെന്നുള്ള രീതിയിൽ. ഓവറോൾ എനർജി എന്ന് പറയുന്നത്, അവൻ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ കൺഫ്യൂഷൻ, ഫിയർ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ സൈലൻസ് ഫേസ് ആണെങ്കിലും അതിന് ശേഷം ഒരു ഡിസിഷൻ മൂവ് ഉണ്ടാകുമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.